നമസ്തേ, ഞാൻ ഡോക്ടർ ഗായത്രി. കർക്കിടക ചികിത്സയുടെ പ്രാധാന്യം അതാണ് ഇന്നിവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. കർക്കിടക മാസം ഒരു പുണ്യമാസമായി കരുതുന്നതിനാൽ അതിൻ്റെതായ മഹാത്മ്യതയുണ്ട്. പരമ്പരാഗതമായി എല്ലാവരും ചെയ്തു വരുന്ന ഒന്നാണ് കർക്കിടക ചികിത്സ, മരുന്നുകഞ്ഞി സേവയും. ആയതിനാൽ ആയുർവേദ ചികിത്സ പ്രകാരം നമ്മുടെ ഊർജത്തെയും ശരീരബലത്തെയും കൂട്ടി നമ്മുടെ ഉള്ളിലെ ടോക്സിൻസ് പുറന്തള്ളുന്നതിനായി കർക്കിടക ചികിത്സ കണക്കാക്കപ്പെടുന്നു. ദോഷ ഉത്ക്ലേശം ഉണ്ടാകുന്ന കാലമാണ് കർക്കിടകം. വേനൽക്കാലത്ത് നിന്നും തണുപ്പിലേക്കുണ്ടാകുന്ന ഒരു കാലാവസ്ഥാ വ്യതിയാനം. ആയുർവേദത്തിൽ ഇതിനെ ഋതുചര്യ എന്നാണ് അറിയപ്പെടുന്നത്. 6 ഋതുക്കളാണുള്ളത്: ശിശിരം, വർഷം, ഗ്രീഷ്മം, ശരത്, ഹേമന്തം. അതിൽ തന്നെ ഉത്തരായനത്തിൽ നിന്നും ദക്ഷിണായനത്തിലേക്ക് വരുന്ന കാലമാണ് വർഷകാലം അഥവാ വർഷം എന്നറിയപ്പെടുന്ന ഋതു. ഇതിൽ കർക്കിടകം വരുന്നത് വർഷകാലം അഥവാ മഴക്കാലത്താണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം നമ്മുടെ ശരീരത്തിലെ ത്രിദോഷങ്ങൾ, അതായത് വാത, പിത്ത, കഫ ഒരു അൺബാലൻസ്ഡ് കണ്ടീഷനിലേക്ക് മാറുന്നു. ആയതിനാൽ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയുകയും അതുമൂലം നമ്മളിൽ ശാരീരികവും മാനസികവുമായ അലട്ടലുകൾ ഉയരുകയാണ് ചെയ്യുന്നത്. ത്രിദോഷങ്ങളിൽ വാതരോഗങ്ങൾ കൂടുന്നതായി കാണപ്പെടുന്നു. ഉദാഹരണത്തിന് മുട്ടിനുണ്ടാകുന്ന വേദനകൾ, സന്ധിവേദനകൾ, നടുവേദനകൾ, കൈകാൽ തരിപ്പ്, നീർക്കെട്ട് ഒക്കെ കൂടുതലായി കാണപ്പെടുന്നു. ഇതിനാൽ നമ്മുടെ ശരീരത്തെ ഒന്ന് ഡീടോക്സിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു സമയമായി കർക്കിടക ചികിത്സയെ കണക്കാക്കാവുന്നതാണ്. ഈ ചികിത്സ ചെയ്യുന്നത് മൂലം നമ്മുടെ ബോഡി റെജുനേറ്റ് ചെയ്യാൻ കഴിയുന്നു. റെജുനേറ്റ് ആകുന്നത് മൂലം നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നു. ആയതിനാൽ ദേഹബലം, ബ്ലഡ് സർക്കുലേഷൻ, പ്രോപ്പർ ഡൈജഷൻ, യുവത്വം ഇവയെല്ലാം നിലനിർത്താൻ സാധിക്കുന്നു. ഇതൊരു ആരോഗ്യ രക്ഷയായി കാണാവുന്നതാണ്. ഒരു അസുഖവും ഇല്ലാത്തവർക്ക് പോലും ചെയ്യാവുന്ന ഒരു ചികിത്സയാണ് ആയുർവേദത്തിൽ കർക്കിടക ചികിത്സ. കർക്കിടക ചികിത്സയെ പറ്റി പറയുമ്പോൾ ശരീരത്തിന് മാത്രം നമ്മൾ ചികിത്സ കൊടുക്കേണ്ടത് മനസ്സിനും കൂടി കൊടുക്കേണ്ടതാണ്. മാനസിക അസ്വസ്ഥതകൾ ഇല്ലാത്തവർ ഈ കാലത്ത് വളരെ ചുരുക്കമാണ്. സ്ട്രെസ് ആകാം, സ്ട്രെയിൻ ആകാം, ആൻസൈറ്റി മുതലായവ. കർക്കിടക ചികിത്സയിലൂടെ നമുക്ക് നേടാൻ കഴിയുന്ന ഒരുപാട് ചികിത്സാ രീതികളുണ്ട്. ആയുർവേദ ചികിത്സാ പ്രകാരം ശോധനം അഥവാ വിരേചന എന്ന് പറയും. അടിഞ്ഞുകൂടിയ ദോഷങ്ങളെ പൂർണ്ണമായും ചികിത്സയിലൂടെ പുറന്തള്ളപ്പെടുന്നു. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായി വിവിധ തരം കിഴികൾ, അഭ്യംഗം, നസ്യം, ലേപനം, ഉദ്വർത്തനം, എന്നാൽ അതുപോലെ തന്നെ മാനസിക അലട്ടലുകൾ കുറയ്ക്കുന്നതിനായി ശിരോധാരകൾ, യോഗ, മെഡിറ്റേഷൻ മുതലായവ. ശാരീരികവും മാനസികവുമായ ഓരോ അവസ്ഥകളും ഉന്മേഷഭരിതമാക്കാൻ പറ്റിയ ഒരു സമയമാണ് കർക്കിടകം എന്ന് പറയുന്നത്. കുറഞ്ഞത് 3, 5, 7, 14, 21 അങ്ങനെ ആരോഗ്യത്തിനായി എത്ര ദിവസം ചിലവഴിക്കാൻ കഴിയും അതനുസരിച്ച് ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ആയതിനാൽ ഈ കർക്കിടകം ചികിത്സയിലൂടെ മനസ്സും ശരീരവും പുനരുജ്ജീവനം ചെയ്യുവാൻ ഈ കർക്കിടകം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുമെന്ന് കരുതി നിർത്തുന്നു. നന്ദി, നമസ്കാരം.